ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഇന്നത് സെൽഫ് മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതും ഈ ഒരു സെറ്റ് സാരിയിലാണ് വരുന്നത്. ഒരു ട്രഡീഷണൽ മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മോർണിംഗ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഞാൻ തുടങ്ങുന്നത്. ഒരു പ്രൈമർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നൈക്കേൻ്റെ ഒരു പ്രൈമറാണ്. പിന്നെ ഞാൻ അധികം ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ ഞാനൊരു മിനി ട്യൂബായിരിക്കും അധികം വാങ്ങുക. കാരണം എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ഇട്ട് നടക്കുന്ന ഒരാളല്ലല്ലോ. എന്തെങ്കിലും ഇതുപോലുള്ള ഓരോ പരിപാടിയൊക്കെ വരുമ്പോൾ മാത്രമല്ലേ നമ്മളിങ്ങനെ മേക്കപ്പ്സൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ട്യൂബൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റാണ് എനിക്ക്. അതുകൊണ്ട് ഇങ്ങനത്തെ മിനി ട്യൂബ്സാണ് അധികം ഞാൻ വാങ്ങാറ്. അപ്പോൾ ഞാൻ പ്രൈമർ ഡോട്ടായിട്ട് ഇങ്ങനെ അധികം ഓപ്പൺ പോഴ്സൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ആയിട്ടാണ് ഞാൻ അധികം പ്രൈമേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പ്രൈമർ ഇട്ട് കൊടുക്കണോ വേണ്ടേ എന്നുള്ള രണ്ടഭിപ്രായം എപ്പോഴും ഉണ്ട്. കാരണം ചിലർ നല്ലത് പറയുന്നുണ്ട്, ചിലർ ചീത്ത പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് മേലെ കൺസീലറും ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടുന്നത് പോലെ തോന്നാറുണ്ട്. നെക്സ്റ്റ് ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതും ഞാൻ ഫേസിലും നെക്കിലും ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാണ്. പിന്നെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫേസിൽ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതും ബ്യൂട്ടി ബ്ലെൻഡർ ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫേസിലൊന്നും കൂടി സ്മൂത്തായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനും കഴിയും. അതുപോലെ ഓവറായിട്ട് വരുന്ന ഫൗണ്ടേഷനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ ഫേസിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ആ ഒരു ഫൗണ്ടേഷൻ എടുത്ത് കാണിക്കില്ല. ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി നാച്ചുറൽ ലുക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഫൗണ്ടേഷൻ സെറ്റായി. ഇനി ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നില്ല. ഏകദേശം ഫൗണ്ടേഷനൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫേസ്. ഇനി അടുത്തത് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. ത്രെഡ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി. അതുകൊണ്ടാണ് എൻ്റെ ഒരു പിരികൊന്ന് വൃത്തിയിൽ നിൽക്കാത്തത് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ത്രെഡൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അടുത്തതൊരു കോമ്പാക്ട് പൗഡറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതൊരു മെബ്ലിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഇതൊരു നല്ല കോമ്പാക്ട് പൗഡർ ആട്ടോ. എനിക്ക് എൻ്റെ സ്കിന്നിന് നല്ലപോലെ സൂട്ടാവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓയിലിനെസ് ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ കുറേ നേരം നിൽക്കേണ്ടതായതുകൊണ്ട് തന്നെ ഫേസിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അടുത്തത് ഐ ഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് ഇടാൻ പോകുന്ന ലിപ്സ്റ്റിക്കിൻ്റെ അതേ ഷെയ്ഡ് തന്നെയാണ്. ആ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ജസ്റ്റ് കണ്ണിന് മേലെ ഐ ഷാഡോ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ബ്ലഷ് യൂസ് ചെയ്യാറേ ഇല്ല. ബ്ലഷ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു ആർട്ടിഫിഷ്യൽ കുറച്ചൊരു ഓവറായൊരു ഫീലാണ് എനിക്ക് എൻ്റെ ഫേസിൽ കൊടുക്കാറ്. അതുകൊണ്ട് ഞാനൊരു സിമ്പിൾ, ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ട്രഡീഷണൽ മേക്കപ്പാണെന്ന്, അതുകൊണ്ട് തന്നെ ഇന്ന് ബ്ലഷ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇനി ഞാൻ കണ്ണ് എഴുതാൻ പോവാണ്. NYBൻ്റെ കാജലാട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ണിൻ്റെ താഴെ നന്നായിട്ട് ഡാർക്ക് ചെയ്തിട്ടാണ് ഞാൻ കണ്ണ് എഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ചായി കണ്ണിന് താഴെ ഇങ്ങനെ കണ്ണ് എഴുതിയിട്ട്, അതുകൊണ്ട് തന്നെ കണ്ണിനിടയ്ക്ക് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഇനി അടുത്തത് മേലെ ഐലൈനർ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഡാസ്ലറിൻ്റെ നമ്മളെ സ്ഥിരം ഐലൈനർ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഐലൈനർ മേലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ണിന് താഴെ ഞാൻ ഐലൈനർ വരച്ചെടുക്കുന്നുണ്ട്. കാരണം കുറച്ചും കൂടി ഒന്ന് ഡാർക്കണായിട്ട് കണ്ണ് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അടുത്തത് മസ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാട്ടോ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് പെട്ടെന്ന് ഒരു പുറത്ത് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലിപ്സ്റ്റിക്കും മസ്കാരയും മാത്രം ഇട്ടാൽ തന്നെ എൻ്റെ ഫേസിലൊരു മേക്കപ്പ് ഇട്ടൊരു എഫക്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ലിപ്സ്റ്റിക്കും മസ്കാരയും രണ്ടും എനിക്കൊരു മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റാണ്. അടുത്ത ലാസ്റ്റ് ഞാനൊരു പിങ്കിഷ് ലിപ്സ്റ്റിക്ക് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഫുൾ കംപ്ലീറ്റ് ആയി. പിന്നെ അതിൻ്റെ ഹെയർ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം ഒന്നിങ്ങനെ കിട്ടുന്നുള്ളൂ, ബാക്കിൽ ഞാൻ അങ്ങനെ അയച്ചിടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഡാർക്ക് റെഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടൊരു സിന്ദൂരം കൂടി വെച്ചെടുക്കുകയാണ്. ഹൗ കുട്ടമ്പിനിയായി. അപ്പോൾ ഫൈനലി ഓർണമെൻറ്റ്സും കൂടി ഇട്ടിട്ട് ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ലുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.